തുടരുകയാണ്. വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശി ഹേമചന്ദ്രന്റെ കൊലപാതകത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റുമായി അല്ലെങ്കിൽ ഫേസ്ബുക്ക് വീഡിയോയുമായി മുഖ്യപ്രതി നൌഷാദ് ഇന്ന് രംഗത്തെത്തി. ഹേമചന്ദ്രൻ ആത്മഹത്യ ചെയ്തതാണ് എന്നാണ് ഈ മുഖ്യപ്രതി പറയുന്നത്. പക്ഷേ ഇയാളുടെ വാദം പോലീസ് അപ്പാടെ തള്ളി. ഇതൊരു കൊലപാതകമാണ് എന്ന നിലപാടിൽ നിഗമനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അന്വേഷണ സംഘം. നാട്ടിലെത്തുമ്പോൾ അറസ്റ്റിലാകുമെന്ന് ഉറപ്പായതോടെയാണ് ബത്തേരി ബീനാച്ചി സ്വദേശിയായ നൌഷാദ് ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വന്നത്. രാമചന്ദ്രൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്നാണ് നൌഷാദിന്റെ വാദം. തനിക്കും സുഹൃത്തുക്കൾക്കും ഉൾപ്പെടെ ഹേമചന്ദ്രൻ പണം നൽകാനുണ്ട്. ഇതിന് കഴിയാതെ വന്നതോടെയാണ് ആത്മഹത്യയെന്നും സുഹൃത്തുക്കളുടെ നിർദ്ദേശപ്രകാരമാണ് മൃതദേഹം കുഴിച്ചുമൂടിയത് എന്നുമാണ് നൌഷാദ് പറയുന്നത്. കൊലപാതകം എന്ന് പറയുന്നത് തെറ്റാണ്. ഈ വ്യക്തി ആത്മഹത്യ ചെയ്തതാണ്. രാവിലെ എഴുന്നേറ്റ് ഞാൻ ഇത് കാണുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ എൻ്റെ സുഹൃത്തിനോട് ചോദിച്ചത്. സുഹൃത്ത് പറഞ്ഞു കൊണ്ടുപോയി കുഴിച്ചിട്ട് അല്ലാതെ വഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ കൊണ്ടുപോയി കുഴിച്ചിട്ടതാണ്. 2 മാസത്തെ വിസിറ്റിംഗ് വിസ കാലാവധി തീരുന്ന സാഹചര്യത്തിൽ നാട്ടിലെത്തി പോലീസിനെ കീഴടങ്ങുമെന്നും നൌഷാദ് പറയുന്നുണ്ട്. അതേസമയം നൌഷാദിന്റെ വാദങ്ങളെ തള്ളുകയാണ് അന്വേഷണ സംഘം. ഹേമചന്ദ്രനെ കൊലപ്പെടുത്തിയത് നൌഷാദിന്റെ നേതൃത്വത്തിൽ തന്നെയാണെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. തെറ്റുപറ്റിപ്പോയെന്ന് നൌഷാദ് പോലീസിന് വാട്സപ്പ് സന്ദേശം അയച്ചിരുന്നുവെന്നും അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നുണ്ട്. നൌഷാദിന്റെ വാദങ്ങളെ തള്ളുന്ന പോലീസ് കേസിൽ 2 സ്ത്രീകളെ കൂടി പ്രതി ചേർക്കാനാണ് സാധ്യത. ഒരാൾ മെഡിക്കൽ കോളേജ് പരിസരത്തേക്ക് ഹേമചന്ദ്രന്റെ ഫോണിൽ വിളിച്ചു വരുത്തിയ കണ്ണൂർ സ്വദേശിയായ സ്ത്രീ. ഹേമചന്ദ്രന്റെ വീട്ടുകാർ ആരോപണമുന്നയിച്ച ഗുണ്ടൽപേട്ട് സ്വദേശിയായ സൗമ്യയെയും കേസിൽ പ്രതി ചേർക്കാൻ സാധ്യതയുണ്ട്. സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.